ടോപ്പിക് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ്, അതായത് ഫൈനൈറ്റ് ഓട്ടോമാറ്റേറ്റ് നമ്മൾ പറയുന്ന സമയത്ത് വിത്തൗട്ട് ഔട്ട്പുട്ട് ആൻഡ് വിത്ത് ഔട്ട്പുട്ട് എന്നുള്ള രീതിക്കാണ് ഡിവിഷൻ നടത്തിയത്. അതായത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ വിത്തൗട്ട് ഔട്ട്പുട്ടാണ് ഏതൊക്കെ DFA, NFA, എപ്സിലോൺ NFA എന്നൊക്കെ പറയുന്നത്. പക്ഷേ വിത്ത് ഔട്ട്പുട്ടിൽ 2 മെഷീൻസാണുള്ളത്, അതായത് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസാണുള്ളത്. അപ്പോൾ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമാറ്റൻ്റെ സിമിലറാണ്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഒരു അഡീഷണൽ കേപ്പബിലിറ്റി ഉണ്ട്, എന്താണ്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനിൽ 6 ടപ്പിൾസാണ് ഉണ്ടാവുക: Q, സിഗ്മ, ഡെൽറ്റ, ഡെൽ, ലാംഡ, എസ്. അപ്പോൾ Q എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ആണ്, ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സിഗ്മ എന്ന് പറയുന്നത് ഇൻപുട്ട് ആൽഫബറ്റ് ആണ്. ഡെൽ എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആൽഫബറ്റ് ആണ്. ഡെൽ എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ ഫംഗ്ഷനാണ്. ലാംഡ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. എസ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് ക്യൂ, ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ 6 ടപ്പിൾസ് ആയിരിക്കും ഏതിലുണ്ടാവുക, ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസറിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ 2 മെയിൻ ടൈപ്സ് ആണുള്ളത്, മീലി മെഷീൻസ് ആൻഡ് മോർ മെഷീൻസ്. അപ്പോൾ മീലി മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ ഔട്ട്പുട്ട്, ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റിനും പ്രസൻറ്റ് ഇൻപുട്ടിനെയും ആയിരിക്കും. അപ്പോൾ അതിനെയാണ് മീലി മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഡിഫറൻസ് ആകെ വരുന്നത്, ഇതിന് ഡിഫറൻസ് വരുന്നത് ലാംഡയിലായിരിക്കും. അതായത് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ സിഗ്മ ഗീവ്സ് ഡെൽറ്റ, അതായത് പ്രസൻറ്റ് സ്റ്റേറ്റും പ്രസൻറ്റ് ഇൻപുട്ട് സിമ്പലും കൂടിയതാണ് ഔട്ട്പുട്ട്. നമുക്ക് മനസ്സിലാവും, നമുക്ക് പിക്ചർ കാണുന്ന സമയത്ത് മനസ്സിലാവും. മോർ മെഷീൻസിൽ പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിലും 6 ടപ്പിൾസാണുള്ളത്. അതിൽ വരുന്നത് ലാംഡ എന്ന് പറയുന്നത് ക്യൂ ഗീവ്സ് ഡെൽറ്റ. അപ്പോൾ മീലി മെഷീനിൽ ലാംഡ എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു സിഗ്മ ഈസ് ഈക്വൽ ടു ഡെൽറ്റയാണ്. പക്ഷെ ഇവിടെ വരുന്നത് ക്യൂ ഗീവ്സ് ഡെൽറ്റയാണ്. അപ്പോൾ ഇതിൽ ഡിഫറൻസ് ആണ്. ഇത് മീലി മെഷീനും മോർ മെഷീനുമാണ്. അതായത് മീലി മെഷീനിൽ പറയുന്നത് നമ്മൾ ഇതിൽ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, മീലി മെഷീനിൽ ക്യൂ എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു സിഗ്മ ഗീവ്സ് ക്യൂ ആണ്. ക്യൂവിൻ്റെ സിഗ്മ ഗീവ്സ് ക്യൂ ആണ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഇവിടെയാണ് വരുന്നത്. ഇവിടെ Q0 എന്ന് പറയുന്ന Q1 ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് 1. Q0 എന്ന് പറയുന്നത് എന്താണ്, Q0 വരുന്ന സമയത്ത് Q1 ആണ്, അതിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. Q0 1ലേക്ക് പോയി കഴിഞ്ഞാൽ Q1 ആണ്, അതിൻ്റെ ഔട്ട്പുട്ടാണ് 0. Q1 1ലേക്ക് പോയി കഴിഞ്ഞാൽ Q1ൽ 1 കൊടുത്തു കഴിഞ്ഞാൽ Q1ലേക്കാണ് പോകുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് മീലി മെഷീൻ വരുന്നത്. ഇവിടെ വരുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഔട്ട്പുട്ട് വരിക. അതായത് മോർ മെഷീനിൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഔട്ട്പുട്ട് വരിക. അതായത് Q0 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് ഔട്ട്പുട്ട് വരുന്നത്. Q1 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ് ഔട്ട്പുട്ട് വരുന്നത്. Q2 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് ഔട്ട്പുട്ട് വരുന്നതെന്നാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ്.